നമസ്കാരം, ഞാൻ രമേശ്. വ്യത്യസ്തമായിട്ടാണ് എനിക്ക് പരിചയപ്പെടുത്തരാം. സാമ്പത്തികമായും സാഹചര്യങ്ങളെല്ലാം മുൻപന്തിയിലുള്ള നമ്മുടെ രാജൻ. ഒരു കാലത്ത് എല്ലാ ജോലിക്കും പോകുമായിരുന്നു. പക്ഷേ എന്തോന്നറിയില്ല, ഒരുപക്ഷെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പം എവിടെയും പോകുന്നില്ല. സ്വന്തം വീട്ടിൽ രാവിലെ ഉച്ചക്കും വൈകുന്നേരം കടയിലേക്ക് വരും. എന്തെങ്കിലും സാധനം, ഒന്നിക്ക് തേങ്ങ അല്ലെങ്കിൽ സാധനം കൊണ്ടല്ലേ പൈസ കൊടുക്കും. അങ്ങനെ എല്ലാ ദിവസവും വന്ന് കടയിൽ വന്ന് ഒരു ചായ 2 ബീഡിയും അത് കഴിഞ്ഞ് തിരിച്ചു പോകും. ആ രാജനെ പരിചയപ്പെടണ്ടേ? അധികം സംസാരിക്കുന്നില്ല, നല്ല മുഖം കാണിച്ചു തരാം. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ. ഇതാണ് മനുഷ്യൻ. നമ്മൾ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. അഹങ്കാരം നമുക്ക് പടിപ്പുറത്ത്. ഒന്ന് കാണിച്ചു തരാം. ഇതാണ് രാജൻ. ഒരു കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല അധ്വാനശീലനായിരുന്നു. പക്ഷേ എപ്പോഴോ എവിടെയോ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. പക്ഷെ ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. കടയിലേക്ക് വരും, 3 നേരം കടയിലേക്ക് വരും, ചായ കുടിക്കും, പോവും. കടമൊന്നും ആക്കില്ല, കൃത്യമായ പൈസ കൊടുക്കും. പൈസ കയ്യില്ലെങ്കിൽ തേങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരും. അവിടുന്ന് ഒരു ചായയും 2 ബീഡിയും മേടിക്കും, പോവും. ഇതുപോലെ നമ്മൾ കാണാതെ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാതെ നമ്മുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇവരെയൊക്കെ മറന്ന് ജീവിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുക. പണം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ചിരിയും സംസാരവും അവരെ നമ്മളിലൊരാളായി നമ്മളെ കൂടെ നമ്മൾ കൂട്ടുക. അപ്പോൾ നമുക്ക് നമ്മളെ വില നമുക്ക് മനസ്സിലാവും. എന്നെ പോലെ ഞാനും രാജനും. ഇതാണ് രാജൻ. രാജൻ്റെ കൂടെ നിന്നും രമേശ് മയ്യൻ.